പാക് അധീന കശ്മീരിൽ കലാപം ശക്തമാകുന്നു. പോലീസ് വെടിവെപ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പോലീസുകാരും മരിച്ചു. ക്രമസമാധാന നില വഷളാകുന്നതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശങ്ക രേഖപ്പെടുത്തി. വിവരങ്ങളുമായി രാകേഷിലേക്ക് വരാം. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, കലാപ കലുഷിതമാണ് പാക് അധീന കശ്മീർ. കാരണം സമീപകാലത്ത് പാക് അധീന കശ്മീർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ 12 പേർ പ്രദേശവാസികളാണ്, പ്രതിഷേധക്കാരാണ്. 3 പോലീസുകാർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. കാരണം 29-ാം തീയതിയാണ് ഈ സമരം ആരംഭിക്കുന്നത്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്, പ്രതിഷേധം നടക്കുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഏതാണ്ട് 38 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം, അത് ഒഴിവാക്കുക എന്ന ആവശ്യം ഉന്നയിക്കുന്നു. കൂടാതെ പാക് അധീന കശ്മീരിലെ 12 നിയമസഭാ സീറ്റുകളിൽ കശ്മീരി റെഫ്യൂജികൾക്ക്, അഭയാർത്ഥികൾക്കുള്ള സംവരണം എടുത്തു കളയുക എന്ന ആവശ്യമാണ് ഇതിൽ പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. ഇതുകൂടാതെ വൈദ്യുതി ചാർജ് കുറയ്ക്കുക തുടങ്ങി അങ്ങനെ വിവിധ ആവശ്യങ്ങൾ, അങ്ങനെ 38 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും അവർ തെരുവിലിറങ്ങിയത്. പക്ഷേ സൈന്യത്തെ ഉപയോഗിച്ച് ഇവരെല്ലാം തന്നെ നേരിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും ഈ സമരം അക്രമാസക്തമായി, ഏറ്റുമുട്ടലുണ്ടായി, വെടിവെപ്പുണ്ടായി. അങ്ങനെയാണ് 12 പേർ കൊല്ലപ്പെട്ടത്. ഇതോടുകൂടി സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ്. പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരുമായി, ഈ ആക്ഷൻ കൗൺസിലുമായി. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. അത്തരമൊരു നീക്കവും ശ്രമവും ഒന്നും തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ പാക് പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹം സമരക്കാർ ശാന്തരായിരിക്കണമെന്ന അഭ്യർത്ഥന ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നിലവിൽ ചർച്ചയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന സമിതിയെ വിപുലപ്പെടുത്താനുള്ള നീക്കവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്, പാക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതായാലും നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സാഹചര്യം ഒട്ടും അനുകൂലമല്ല പാക് അധീന കശ്മീരിൽ. കാരണം സംഘർഷം ഒരു തരത്തിലും ശമിപ്പിക്കാൻ ഇതുവരെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപക്ഷെ പലയിടങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 15 പേരാണ് കഴിഞ്ഞ 5 ദിവസത്തിനിടെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.